സാലഡ്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? ആകെ ഉള്ളത് 30 മിനിറ്റ് ആട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ടൊരു സാലഡ് ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് പറയുമ്പോൾ 5-10 മിനിറ്റിലൊന്നും നോക്കൂലാട്ടോ, കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുക്കാൻ തന്നെ എന്തായാലും ഒരു 5-6 മിനിറ്റ് എടുക്കും കേട്ടോ. പിന്നെ മുന്നേ നിങ്ങൾ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ എടുക്കുക. അതിനകത്തോട്ട് ഉപ്പും കുരുമുളകും കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കറക്റ്റ് ഒരു 4-5 മിനിറ്റ്സ് മാത്രം ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ക്രഞ്ചിനെസ് പോവും കൂടുതൽ സമയം ഇരുന്നാൽ. പിന്നെ ഞാൻ ഈ പൊട്ടറ്റോസ് സെപ്പറേറ്റ് ആട്ടോ എയർ ഫ്രൈ ചെയ്യുന്നത്, കാരണം അതിന് കുറച്ച് വേവ് കൂടുതൽ വേണം. വെജിറ്റബിൾസ് ഒരു 140 ടെമ്പറേച്ചറിൽ ആകെ ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി. പിന്നെ പൊട്ടറ്റോസ് ആണെങ്കിൽ ഒരു 175 ഒരു 10 മിനിറ്റ്സ് ഒക്കെ ഇരുന്നാലാണ് ഒന്ന് വെന്ത് കിട്ടുള്ളൂ. പിന്നെ ഞാൻ എടുക്കുന്നത് അവക്കാഡോ ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്. അത് കട്ട് ചെയ്തെടുക്കേണ്ട താമസത്തിൽ നമ്മുടെ വെജീസ് നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. കല്യാണത്തിന് കുറച്ച് നാൾ മുന്നേ ഒരു കുഞ്ഞ് ഡയറ്റ് ഒക്കെ എടുത്തപ്പോൾ ഞാൻ അത്യാവശ്യം സാലഡ്സ് ഒക്കെ കഴിക്കുമായിരുന്നു. പിന്നെ ഇവിടെ ക്വാർട്ടേഴ്സിൽ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും മാത്രമായപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാട്ടോ സാലഡ് ഒരു മീലായിട്ട് എടുക്കാൻ തുടങ്ങിയത്. ഞങ്ങളിവിടെ ഒന്നരാട മാത്രമാണ് ചോറ് വെക്കാറ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാലഡും അല്ലെങ്കിൽ ഗോതമ്പിന്റെ ഐറ്റംസും ഒക്കെ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇതിന്റെ ഇടയിൽ ചിക്കൻ നമ്മൾ കുഞ്ഞു പീസസ് ആക്കിയിട്ട് എയർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കന്റെ മാരിനേഷൻ നമ്മുടെ ബേസിക് മാരിനേഷൻ തന്നെയാണ്. പിന്നെ ഇതാ ഇപ്പൊ കലക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സാലഡിന്റെ സോൾ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മുടെ സാലഡിന്റെ കംപ്ലീറ്റ് ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒലിവ് ഓയിലും സോൾട്ടും ചില്ലി ഫ്ലേക്സും ലൈമും ഹണിയും പെപ്പർ പൗഡറും ആണ് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സാലഡ് ഇവിടെ റെഡിയായി. ഇത്രയും വെജീസിന് കുറച്ച് സാലഡ് ഡ്രസ്സിങ് മാത്രമേ ഉള്ളൂല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് ധാരാളമാണ് കേട്ടോ. നമ്മൾ ഈ അവക്കാഡോസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സാലഡ് അത്യാവശ്യം ക്രീമി ആയിരിക്കും, നല്ല ക്രഞ്ചിയുമാണ്. ഞാനൊരിക്കൽ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. അന്ന് റെസിപ്പി ചോദിച്ചവർക്കൊക്കെ ഇതാണ് നമ്മുടെ സാലഡിന്റെ റെസിപ്പി.